സയൻസ് സെന്റർ നിയർ പോസ്റ്റ് ഓഫീസ് എടോടി വടകര. വിജയിച്ച സിനിമകൾ വീണ്ടും വീണ്ടും നിർമ്മിക്കപ്പെടുക ചെറിയ വ്യതിയാനങ്ങളോടുകൂടി അതേ സിനിമ വന്നുകൊണ്ടിരിക്കുകയില്ല. വളരെ കുറച്ച് സിനിമകൾ കേരളത്തിൽ യഥാർത്ഥത്തിൽ ലിറ്ററേച്ചർ ഫെസ്റ്റിന്റെ 2ാം പതിപ്പ് 3 ദിവസമായി കലാസമിതിക്ക് വേണ്ടി വൈവിധ്യമാർന്ന പരിപാടികളോട് ഉൾപ്പെടെ ഇന്ത്യ എന്നുള്ള പേരിൽ ഉറച്ച് നമ്മൾ സാഹിത്യത്തിന്റെയും സംഗീതത്തിന്റെയും ലോകത്ത് സർഗപ്രതിഭകളെ സമ്മാനിച്ച വടകരയിലെ സാഹിത്യകാരന്മാർ എഴുത്തും വായനയും വരയുമെല്ലാം ജീവിതമായി കൊണ്ടുനടന്നവരാണെന്ന് വടകര MP ഷാഫി പറമ്പിൽ പറഞ്ഞു. 3 ദിവസങ്ങളിലായി വടകര ടൗൺ ഹാളിൽ നടന്ന ലിറ്ററേച്ചർ ഫെസ്റ്റിന്റെ ചടങ്ങിൽ സംബന്ധിക്കാനെത്തിയതായിരുന്നു MP. യഥാർത്ഥത്തിൽ നമ്മുടെ നാടിൻ്റെ ലിറ്ററേച്ചർ സിറ്റി എന്നുള്ള കോഴിക്കോടിൻ്റെ പദവിക്ക് അർഹതയുടെ പട്ടികയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻ നൽകുന്ന ഒരിടം വടകരയാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. വടകര സാഹിത്യത്തിൻ്റെ, സംഗീതത്തിൻ്റെ, അതുപോലെ തന്നെ നമ്മുടെ സർഗഭൂമികയിലെ നിരവധി പ്രതിഭകളെ സമ്മാനിച്ചതിൻ്റെ MTക്ക് പോലും പ്രചോദനമായിട്ടുള്ള സൃഷ്ടികൾക്ക് കാരണമായിട്ടുള്ള ഒരു ഭൂപ്രദേശമാണ്. ഇവിടുത്തെ എഴുത്തും വരയും വായനയും പാട്ടും ഒക്കെ അത് കല മാത്രമായിരുന്നില്ല, പലർക്കും ജീവിതം തന്നെയായിരുന്നു. അതിനോട് ചേർന്ന് നിൽക്കുന്ന തരത്തിലാണ് ഇപ്പോൾ ഇത്തരം ലിറ്ററേച്ചർ ഫെസ്റ്റിവലുകൾ തീർച്ചയായിട്ടും ജനശ്രദ്ധയെ ആകർഷിക്കുന്നത്. കടത്തനാട് ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൻ്റെ ഈ 2ാമത്തെ വർഷം എത്തുമ്പോഴത്തേക്കുള്ളൊരു പ്രസക്തി തീർച്ചയായിട്ടും പ്രതീക്ഷ നൽകുന്നതാണ്. ഇത് ഈ നാടിൻ്റെ മേൽവിലാസമായിട്ട് മാറും. നമ്മൾ കാണാനും കേൾക്കാനും സംവദിക്കാനും ആഗ്രഹിക്കുന്ന വ്യത്യസ്ത മേഖലകളിലെ ആളുകൾക്ക് ഇവിടെ പ്രചോദനമാവുന്ന തരത്തിൽ ഇതിൻ്റെ പ്രസക്തി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ജനപ്രതിനിധി എന്നുള്ള നിലക്ക് തുടർന്നുള്ള വർഷങ്ങളിൽ കൂടുതൽ ഇടപെടലുകൾ നടത്തും. ഭാഷയുടെയും സംസ്ഥാനത്തിൻ്റെയും രാജ്യത്തിൻ്റെയൊക്കെ അതിർത്തികൾക്കപ്പുറത്ത് നിന്ന് വടകരയിൽ എത്തിക്കാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്, ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും ഇതിൻ്റെ സംഘാടകർക്ക് കൽപ്പറ്റ നാരായണ മാഷ പോലെ ഒരാൾ ഇതിൻ്റെ കൂടെ നിൽക്കുക, മൂസ വക്കീൽ ഇതിനകത്ത് എടുക്കുന്ന ഇനിഷ്യേറ്റീവ്, മറ്റേ എൻ്റെ സംഘാടക സമിതിക്ക് ഇതിന് ഉജ്ജ്വല വിജയമാക്കുന്ന തരത്തിൽ ഇടപെടൽ നടത്താൻ ഇവിടെ വരുന്ന പ്രിയപ്പെട്ട വിവിധ മേഖലകളെ ഇഷ്ടപ്പെടുന്ന ഇവിടുത്തെ നല്ലവരായ നാട്ടുകാർക്ക്, ആസ്വദിക്കുന്നവർക്ക് ഞാൻ എൻ്റെ അഭിനന്ദനങ്ങളും അഭിവാദ്യങ്ങളും. ജനപങ്കാളിത്തവും വിവിധ മേഖലകളിലെ പ്രതിനിധികളുടെ സാന്നിധ്യം കൊണ്ടും ലിറ്ററേച്ചർ ഫെസ്റ്റ് നാടിന്റെ മഹോത്സവമായി മാറി. സമാപന ദിവസം കൽപ്പറ്റ നാരായണൻ ഉപസംഹാര പ്രഭാഷണം നടത്തി. സതീശൻ എടക്കുടി, മനയത്ത് ചന്ദ്രൻ, MC വടകര, ലത്തീഫ് കല്ലറയിൽ എന്നിവർ സംസാരിച്ചു. ഭരണഘടനയുടെ 75 വർഷം എന്ന വിഷയത്തിൽ ജ്യോതി വിജയകുമാർ, പ്രദീപ് കുമാർ, തുടർന്ന് ഇന്ത്യ എന്ന ആശയം ഹരിപ്രിയ മാണിക്കോത്താർ തുടങ്ങിയവർ സംസാരിച്ചു. ബ്രിട്ടന്റെ ഈ പ്രയോഗത്തെ പിന്നീട് ദേശീയവാദികൾ, നമ്മുടെ രാജ്യത്തെ ദേശീയവാദികൾ അതിനെ ഉപയോഗപ്പെടുത്തുകയും ദേശനാമമായിട്ട് ഇന്ത്യ എന്ന് പ്രയോഗിക്കാൻ തുടങ്ങിയാണ് ഉണ്ടായത്. യഥാർത്ഥത്തിൽ ബ്രിട്ടീഷ് പാർലമെന്റിൽ ആ സമയത്ത് പാസ്സാക്കപ്പെടുന്ന ബില്ലുകൾക്കും അതേപോലെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായുള്ള കമ്മ്യൂണിക്കേഷനുകളിലകത്തുമൊക്കെ ഇന്ത്യ എന്നുള്ള ടേം തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കേരളം ഗുരുതരമായ നവരോഗങ്ങളുടെ ഷോറൂം ആവുകയാണോ എന്ന വിഷയത്തിൽ SS ലാൽ, അൽത്താഫ്, M മുരളീധരൻ എന്നിവരും, പശ്ചിമേഷ്യ എങ്ങോട്ട് എന്നതിൽ NP ചെക്കൂട്ടി, മൈത്രിയിൽ സുനിൽ P ഇളയിടം, ശശികുമാർ പുറമേരി തുടങ്ങിയവർ വേദി പങ്കിട്ടു. ഡോക്ടർ നിങ്ങളെപ്പോലൊരുമ്മ എനിക്കുണ്ടായിരുന്നെങ്കിൽ എന്ന സെഷനിൽ സ്മിത മേനോൻ, ബീന പൂവത്തിങ്കൽ എന്നിവരും സംവദിച്ചു. ഗാന്ധി എന്ന വിഷയത്തിൽ ചരിത്ര ഗ്രന്ഥകാരൻ P ഹരീന്ദ്രനാഥ്, എൻ്റെ സിനിമാ അനുഭവങ്ങൾ എന്ന വിഷയത്തിൽ രഞ്ജൻ പ്രമോദ്. ഞാൻ എഴുതിയിരിക്കുന്നത് 0 പോയിന്റ് ബേബി എന്നാണ്. അത് പത്രക്കാരോട് ആൾക്കാരൊക്കെ എഴുതിയപ്പോൾ ഞാൻ ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്ന ഇവർ മലയാളത്തിൽ എഴുതി കാണും. അപ്പൊ സിനിമയുടെ പേര് മാറ്റിയാണ് ഇവർ എഴുതുന്നതെന്നുള്ളത് ബോധം പോലും ഇല്ലാത്ത ആൾക്കാരാണ് ഇവിടുത്തെ ഫിലിം ജേർണലിസം ചെയ്യുന്ന ആൾക്കാർ, ക്രിറ്റിസിസം ചെയ്യുന്ന ആൾക്കാർ, ഇവരൊക്കെ ചെയ്തുകൊണ്ടുണ്ട്. ഒരു യന്ത്രം കഥ പറയുമ്പോൾ എന്ന വിഷയത്തിൽ വീരാൻകുട്ടി, കലയുടെ നവലോകം എന്ന വിഷയത്തിൽ കവിത ബാലകൃഷ്ണനും സംസാരിച്ചു. സഹകരണവും സംരംഭകത്വവും എന്ന വിഷയത്തിൽ മനയത്ത് ചന്ദ്രൻ, അഡ്വക്കേറ്റ് C വത്സലൻ, മാതൃഭാഷയും സാമൂഹിക വികസനവും എന്നതിൽ ഡോക്ടർ KM ഭരതൻ, ടൂറിസം കാലത്തെ യാത്രയിൽ V മുസഹിർ അഹമ്മദ്, പ്രവാസിയുടെ ലോകങ്ങൾ എന്ന വിഷയത്തിൽ CVM വാണിമേൽ, യൂനസ് ഹസൻ എന്നിവരും സംസാരിച്ചു. കഥയും പരിസ്ഥിതിയും
അംബികാസുധൻ മാങ്ങാട്, കഥാകഥനത്തിൻ്റെ പുതുരൂപങ്ങളിൽ PS മാത്യൂസ്, മധുമഴ തന്ന മധുരജന്മം എന്ന വിഷയത്തിൽ EV വത്സൻ, ഭാനുപ്രകാശ്, ഇടയത്ത് ശ്രീധരൻ എന്നിവരും സംസാരിച്ചു. പക്ഷേ ഈ ഒരു കാലത്ത് രചന ഖാൻഗാവിൻ്റെ ശബ്ദത്തിൽ രചന സംവിധാനം EV വത്സൻ, ഗാനങ്ങൾ പിന്നെ രചന പ്രേംകുമാർ വടകര എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കേൾക്കുന്നുണ്ടായിരുന്നൊരു ഒരു 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 കുളിര് എന്ന് പറയാം. നമ്മൾ ഓളങ്ങൾ തകരുന്ന തീരങ്ങളിൽ ഓമനിച്ചു ചേരിപ്പിച്ച താരങ്ങളൂ ഓമനയെ കരയിച്ച മോഹം. ആ ഒരു കാലഘട്ടത്തിൽ പ്രാദേശികമായിട്ടുള്ള കാസറ്റുകളൊന്നും ഇറങ്ങാത്ത ഒരു കാലമാണ്. വെള്ളിയാഴ്ചയായിരുന്നു പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല വെള്ളിയാഴ്ചയാണ് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ലിറ്ററേച്ചർ ഫെസ്റ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. സമാപന സമ്മേളനം KK രമ MLA ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് I. മൂസ അധ്യക്ഷനായി. ഫെസ്റ്റിന്റെ 3ാം പതിപ്പ് അടുത്ത വർഷം ഡിസംബറിൽ ഉണ്ടാകുമെന്ന് I. മൂസ പറഞ്ഞു. ഇതുവരെ ഇതുപോലൊരു സാഹിത്യോത്സവം വടകരയിൽ നടന്നിട്ടില്ല. വലിയ തോതിലുള്ള ജനപങ്കാളിത്തമാണ് എല്ലാ സെഷനുകളിലും കാണാൻ കഴിയും. ഇത് വടകരയിലെ ജനങ്ങൾ കടത്തനാട് ലിറ്ററേച്ചർ ഫെസ്റ്റിനെ സ്വീകരിച്ചിരിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവായിട്ടാണ് ഇതിന് 3ാം പതിപ്പ്. ഇതിലും വിപുലമായ രീതിയിലുള്ള പരിപാടികളോടുകൂടി അടുത്ത വർഷം ഞങ്ങൾ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അന്താരാഷ്ട്ര തലത്തിലെ സാഹിത്യകാരന്മാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് വിപുലമായ രീതിയിലാണ് കടത്തനാട് ലിറ്ററേച്ചർ ഫെസ്റ്റിന്റെ 3ാം സെക്ഷൻ നടക്കുക എന്നും അന്താരാഷ്ട്ര പുസ്തകോത്സവം ഉൾപ്പെടെ ഇതോടൊപ്പം നടത്തുമെന്നും മൂസ പറഞ്ഞു. അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള പുസ്തകോത്സവം, അന്താരാഷ്ട്ര പ്രതിനിധികൾ പങ്കെടുക്കുന്ന സിമ്പോസിയങ്ങൾ ഉൾപ്പെടെയുള്ള വിവിധ പരിപാടികൾ 3ാം പതിപ്പിനോടനുബന്ധിച്ച് നടത്താൻ ഞങ്ങൾ ഗൗരവമായി ആലോചിക്കുകയാണ്.